അവൻ പഠിക്കുന്ന സബ്ജക്ട് വേറെ ആയിരിക്കാം, അങ്ങ് ബേസ് ഒന്നാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്നവര് രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ തന്നെ ക്ലാസ് എടുക്കണമെന്ന് ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് വിശ്വാസം കൂടുന്തോറും നിങ്ങളുടെ ഭാരം കുറയും. അപ്പൊ സാറേ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവായിട്ടൊരു മോട്ടിവേഷണൽ ടോക്ക് ഷോ കാണുന്നത്. ഇതിന് മുന്നേയൊക്കെ യൂട്യൂബിലും അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ ഷോർട്സ് ആയിട്ടൊക്കെ കാണാനുള്ള ചാൻസ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിലും ഇപ്പൊ സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ നിന്നാണെങ്കിലും എനിക്ക് മനസ്സിലായത്, നമുക്ക് എന്തെങ്കിലും സക്സസ്ഫുൾ ആവണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് ത്രൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ സെൽഫായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുക്കണമെന്ന് ആണ് മിക്കവരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവൻ ഭയങ്കര വിഷമിച്ചിരിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ്റെ എത്രാമത്തെ ലൈൻ പിന്നെയും പൊട്ടി. അപ്പോൾ അതിനാണേലും ഇവൻ്റെ കൂട്ടുകാരാണേലും ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, നിനക്കിപ്പോൾ ഈ ഡിപ്രഷനിൽ നിന്ന് മാറണമെങ്കിൽ നീ സ്വയമേ വിചാരിച്ചാലേ നടക്കൂ. ഇപ്പം നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പറയുന്നൊരു കാര്യം ഇതാണ്. അപ്പോൾ എനിക്ക് അറിയാനുള്ളത്, നമ്മുടെ സെൽഫായിട്ടുള്ള ഇനീഷ്യേറ്റീവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടോ എന്നാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അത് ഒരു ചോയ്സ് സബ്ജക്റ്റ് അല്ല. നമ്മൾ ചോയ്സിൽ എന്ന് വെച്ചറിയോ, നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. വാട്ട് യു വാണ്ട് ടു ബിക്കം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഐ വാണ്ട് ടു ബിക്കം എ ലോയർ എന്ന് പറയും. അത് ഓപ്ഷനാണ്. നിങ്ങൾ വേണമെങ്കിൽ ലോയർ ആയിക്കോ, ഡോക്ടർ ആയിക്കോ, എഞ്ചിനീയർ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. എന്നാൽ അതൊക്കെ ചോയ്സ് ആൻഡ് ഓപ്ഷനിൽ കിടക്കുന്നതാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചോയ്സും അല്ല, ഓപ്ഷനല്ല, അത് ഫൗണ്ടേഷനാണ്. ABCD ഓപ്ഷനാണോ ഫൗണ്ടേഷനാണോ? ലാംഗ്വേജ് അത് ഫൗണ്ടേഷനാണ്. അത് വെച്ചാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിലും കെമിസ്ട്രി പഠിക്കണമെങ്കിലും എന്ത് പഠിക്കണമെങ്കിലും ഫോറിൻ പോകണമെങ്കിലും ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഈസ് നോട്ട് എ ഓപ്ഷൻ, ഇറ്റ് ഈസ് എ ചോയ്സും അല്ല, ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ. തെറ്റിയ പോയി. ആദ്യം എൻ്റെ ജോലി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ആൾക്കാർക്ക് അറിയിക്കുന്നതാണ് എൻ്റെ പണി. ഞാൻ തന്നെ ക്ലാസ് എടുക്കണമെന്ന് ഒരു ആവശ്യമില്ല. പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എവിടെ വേണമെങ്കിലും പോയി അന്വേഷിക്കുക, എവിടെ വേണമെങ്കിലും അന്വേഷിക്കുക, നിങ്ങളുടെ രീതിയിൽ ചെയ്യുക. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കും മാണിപ്പോൾ വെറുതെ സംസാരിക്കാമെന്ന്. ഐ എം ആക്ച്വലി ത്രോയിങ് എ ലോട്ട് ഓഫ് എനർജി. നിങ്ങൾ അറിയില്ല, ഞാൻ വേർത്താണ്. ഞാൻ ഈ ക്ലാസ് ഒന്നല്ല, എവിടെ പോയാലും ഞാൻ വേർത്താണ് ക്ലാസ് എടുക്കുന്നത്. പാഷനേറ്റ് ആണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ആ നേരത്തെ നിങ്ങൾ പോലും അറിയാതെ ചില നേരത്തെ നിങ്ങൾ കണ്ണു തുറക്കും, ചില നേരത്തെ അടഞ്ഞിരിക്കും, ചില നേരത്തെ ഒന്ന് ചെറുതായിട്ട് ഉറങ്ങിപ്പോവും. ഇതൊക്കെ നടക്കും. എനിക്കതൊന്നും പ്രശ്നമല്ല. കാരണം ഉറങ്ങിപ്പോകുന്ന ആൾക്കാരെ ഞാൻ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിന് സ്റ്റേറ്റ് ഓഫ് ട്രാൻസ് എന്ന് പറയും. എന്താണ് ട്രാൻസ്? ഒരു മൂവി ഉണ്ട്, ട്രാൻസ് എന്നൊരു മൂവി ഉണ്ട്. ട്രാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെയായിരിക്കും. ലവ് ഈസ് എ ട്രാൻസ്. ലവ് ഈസ് എ ട്രാൻസ്. എന്താണ്? സ്നേഹം വന്ന് ഭയങ്കര ലവൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തൊന്നും കാണില്ല, അച്ഛനെ പോലും കാണില്ല, പിന്നെ ജീവിതത്തിൽ വേറെ ഒന്നും കാണില്ല. അവരിങ്ങനെ ഒന്നിച്ചിരിക്കും, ഭയങ്കരമായിട്ടിരിക്കും. അപ്പോൾ ട്രാൻസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ഏത് നേരത്താണ് ഏറ്റവും കൂടുതൽ എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത്, ആ നേരത്തെ നിങ്ങൾ പോലും അറിയാതെ ചില നല്ല വാക്കുകൾ ഞാൻ എറിയും. അത് എറിഞ്ഞു എന്ന് നിങ്ങളറിയില്ല, വേറെ ആരും അറിയില്ല. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തോ ഒരു ഭാരം കുറഞ്ഞതുപോലെ. എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് വിശ്വാസം കൂടുന്തോറും നിങ്ങളുടെ ഭാരം കുറയും. എന്തു കുറയും? 55 കിലോസ് 55 തന്നെയാണ്. മനസ്സിന്റെ ഭാരം വേറെ, ദേഹത്തിന്റെ ഭാരം വേറെ. മനസ്സിന് ഭാരം കുറയാൻ തുടങ്ങും. ഭയം മാറിയാൽ മനസ്സിന്റെ ഭാരം കുറയും. ആത്മവിശ്വാസം വരുന്നവർക്ക് മനസ്സിന്റെ ഭാരം കുറയും. നിങ്ങൾക്കൊരു ഫ്ലോട്ടിംഗ് സെൻസേഷൻ വരും. എന്തുവരും? അതൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഈ സ്റ്റേറ്റിലാണ് നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്നത്, ആൾക്കാരായി പെരുമാറാൻ പറ്റുന്നത്. ലോകത്ത് സിമ്പിൾ കാര്യങ്ങൾ, നല്ല അച്ഛനാവണമെങ്കിൽ, നല്ല സ്റ്റുഡൻ്റ് ആവണമെങ്കിൽ, നല്ല ബോസ് ആവണമെങ്കിൽ, എല്ലാത്തിനും വേണ്ടിയത് ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ നിങ്ങളെല്ലാം പഠിച്ചില്ലെങ്കിലും ഞാൻ ഈ വേഗൽ ടോൺ എന്നൊക്കെ പറഞ്ഞില്ലേ, വേഗൽ ടോൺ എന്ന് പറഞ്ഞ സാധനം അറിയണം. ദേഹത്തിനെ കംപ്ലീറ്റ് ആയിട്ട് പവർഫുൾ ആക്കുന്നതാണ്. നമ്മുടെ കൈ മാത്രം സ്ട്രോങ് ആയിട്ട് കാര്യമില്ല, മൊത്തം സ്ട്രോങ് ആവണ്ടേ. അതേപോലെ നമ്മുടെ മസ്കുലർ ഏരിയ മാത്രം സ്ട്രോങ് ആയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഇമ്മ്യൂണോ സിസ്റ്റം സ്ട്രോങ് ആവണം, നിങ്ങളുടെ ഡൈജസ്റ്റ് സിസ്റ്റം സ്ട്രോങ് ആവണം. ഭയം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ലൂസ് മോഷൻ വരില്ലേ? വേഗൽ ടോൺ ചെറുതായാൽ ലൂസ് മോഷൻ വരും. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ വേഗൽ ടോൺ വളരെ ചെറുതാവും. ചെറുതായി കഴിഞ്ഞാൽ ഭയങ്കര സംഭവം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മൂത്രമൊഴിക്കും. തമാശല്ല, ഞാൻ പോലീസ് ട്രെയിനറാണ്. ഭയന്ന് കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചു കഴിയും. അപ്പം നിങ്ങൾ അറിയേണ്ടത്, ഇതൊക്കെ നമ്മൾ ചോയ്സിൽ വിടേണ്ട കാര്യങ്ങളാണോ? അല്ല.
നാളെ നിങ്ങളുടെ മക്കൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കണം. അവൻ പഠിക്കുന്ന സബ്ജക്റ്റ് വേറെ ആയിരിക്കാം, അങ്ങനെ ബേസ് ഒന്നാണ്. ബേസ് എന്താണ്? ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ സബ്ജക്റ്റിന് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഞാൻ ചെയ്യണമെന്ന് പറയില്ല. എങ്കിൽ ചെയ്ത നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ മക്കളുടെ ഭാഗ്യം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.